റണ്ണിങ് ഫാബ്രിക്കിന്റെ കളക്ഷനാണ് നമ്മൾ ഇന്ന് കാണുന്നത്. വളരെ ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സിലാണ് ഇത് വന്നിട്ടുള്ളത്. ഫ്ലോറൽ ഡിസൈൻ ആണ്, പ്യുർ കോട്ടൺ ആണ്, പ്യുർ ജയ്പൂർ കോട്ടൺ ആണ്. 109 രൂപ 1 മീറ്ററിന്. ഒരു ഡിസൈനിന്റെ തന്നെ ഡിഫറെന്റ് കളേഴ്സ് ആണ്. നമുക്കൊന്ന് കണ്ടു നോക്കാം ഓരോന്നായിട്ട്. ഇപ്പൊ ഈ സമ്മറിൽ വെയർ ചെയ്യാവുന്ന പോലെ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ചാർട്ടിലാണ് ഈ ഡിസൈൻസ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് വൺ നമ്മൾ കാണുന്നത് ക്രീമും അതുപോലെ തന്നെ ഒരു പർപ്പിൾ കളറും കൂടെയുള്ള ഒരു മിക്സ് ആണ് കേട്ടോ. വലിയ ഫ്ലോറൽ ഡിസൈൻ ആണ്. ഇപ്പൊ ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് കോട്ടൺ തന്നെയാണ്. ഇതിന്റെ ഡാർക്കർ ടോൺ ആണ്, സെയിം ഡിസൈൻ അല്ല. അപ്പൊ നമുക്ക് അതുപോലെയൊക്കെ ചെയ്ത് വെയർ ചെയ്യാവുന്നതാണ്. ഇത് ഇങ്ങനെ ഇരിക്കും. ഈ സമ്മറിൽ ഏറ്റവും കംഫർട്ട് ആയിട്ട് വെയർ ചെയ്യാനായിട്ട് കളർ സെലക്ഷൻ ആണെങ്കിൽ ലൈറ്റ് ചാർട്ട് ആണല്ലോ നല്ലത്. അപ്പൊ ആ ഒരു ചാർട്ടിലേക്കാണ് ഇന്ന് നമ്മൾ കാണുന്ന കളേഴ്സ് എല്ലാം തന്നെ പോകുന്നത്. നെക്സ്റ്റ് വൺ ഒരു പിങ്ക് ടോൺ ആണ്. സെയിം പ്രിന്റ് തന്നെ ക്ലോസ് വ്യൂല് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഇതെല്ലാം ക്ലിയർ ആകുമെന്ന് വിചാരിക്കുന്നു. ക്രീമും പിങ്കും കൂടിയുള്ള കോമ്പിനേഷൻ. കോട്ട് സെറ്റോ അല്ലെങ്കിൽ അനാർക്കലി മോഡലിലുള്ള കുർത്തിയോ അതൊക്കെ ചെയ്യാനായിട്ട് നല്ലൊരു ചോയ്സ് ആണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ ഒരു കളക്ഷൻ എന്നുള്ളത്. നെക്സ്റ്റ് വൺ ബ്ലൂ കളറാണ്. ഓഷ്യൻ ബ്ലൂ എന്നൊക്കെ പറയില്ലേ, ആ ഒരു കളറിലേക്കാണ് നെക്സ്റ്റ് വൺ പോയിട്ടുള്ളത്. നമുക്കൊന്ന് വെച്ച് നോക്കാം. സെയിം പ്രിന്റ് തന്നെയാണ് കേട്ടോ. എല്ലാം ക്ലോസ് വ്യൂല് കാണിക്കുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആകും. ഇത് ഇങ്ങനെ ഇരിക്കും. എല്ലാത്തിനകത്തും ഒരു ഫോയിൽ പ്രിന്റും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഗോൾഡ് കളറിലുള്ള ഫോയിൽസ് ആണ് ഇതിനകത്ത് പോയിട്ടുള്ളത്. ആൻഡ് ലാസ്റ്റ് വൺ വന്നിട്ടുള്ളത് യെല്ലോ ആണ് കേട്ടോ. ഈ മാമ്പഴ മഞ്ഞ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു കളറിലേക്കാണ് ഇത് പോകുന്നത്. വേറൊരു യെല്ലോ ഉണ്ട്, ആ കളറല്ല, നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു യെല്ലോ കളർ. ഇതിനകത്തും ഗോൾഡ് കളറിലുള്ള ഫോയിൽസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു റിച്ച് ലുക്ക് ലഭിക്കാനായിട്ടാണ് നമ്മൾ ആ ഒരു പ്രിന്റ് ഒക്കെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. 109 രൂപ 1 മീറ്ററിന് 44 ഇഞ്ച് വിട്ടിലുള്ള പ്യുർ ജയ്പൂർ കോട്ടൺ. ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നാണെങ്കിൽ ഇഷ്ടപ്പെടുന്നതിന്റെ സ്ക്രീൻഷോട്ട് കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്താൽ